വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ, എന്നാലും അറിയാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മൾ മെയിൻ തുണി കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ലൈനിങ്ങിലായിരിക്കുമല്ലോ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഫസ്റ്റ് നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാറുള്ളത്, ലൈനിങ് തുണി 4 ആക്കി മടക്കി നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്തല്ലേ നമ്മൾ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാറ്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരുപാട് പീസ് നമ്മൾ വേസ്റ്റാക്കി കളയുമല്ലോ. ഇനി അങ്ങനെ ഒഴിവാക്കണ്ട കേട്ടോ. അതും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു ലൈനിങ് തുണി നിവർത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ലൈനിങ് തുണി എത്ര വീതി ഉണ്ടെന്ന് ഒന്ന് അളന്ന് നോക്കാം. 33 ഇഞ്ച് വീതി വരുന്ന 2 മീറ്റർ ലൈനിങ് തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ടോപ്പിന് മാത്രം മതി, സ്ലീവിന് വേണ്ട കേട്ടോ. സ്ലീവിന് കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് 2.5 മീറ്റർ ലൈനിങ് തുണി വേണ്ടി വരും കേട്ടോ. ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ തുണി ഫുള്ളായിട്ട് നിവർത്തിയിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് 2 ആക്കിയിട്ട് മടക്കി കൊടുക്കുക. ചെസ്റ്റ് അളവും ഹിപ്പ് വിഡ്ത്തും എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് എനിക്ക് ആവശ്യം 22 ഇഞ്ച് വീതിയുള്ളൊരു പീസാണ് വേണ്ടത്. ഇനി 22 ഇഞ്ചിൻ്റെ പകുതി 11 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്രയും ബാലൻസ് വന്ന പീസ് സാധാരണ നമ്മൾ കളയാറാണല്ലോ. ഇനി അതൊന്നും ചെയ്യേണ്ട. ഈ ഒരു പീസ് നമുക്ക് 11 ഇഞ്ച് വിഡ്ത്തുള്ള പീസാണ് കേട്ടോ. ഇത് തന്നെ മതി. നമ്മൾ കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കേർട്ട് പോർഷൻ ഉപയോഗിക്കാൻ ഈ ഒരു പീസ് നമുക്ക് ധാരാളം മതിയാവും. അതല്ലെങ്കിൽ പിന്നെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പിനൊക്കെ സ്ലീവ് വെച്ച് കൊടുക്കാനൊക്കെ ഈ ഒരു ലൈനിങ് ആയിട്ടുള്ള പീസ് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അവിടെ നിന്നൊന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. താഴെ നിന്ന് മുകൾ ഭാഗത്ത് വരെ 2 മീറ്റർ നീളത്തിലൊന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ലൈനിങ് പീസിൽ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസാണ് കേട്ടോ നമുക്ക് ടോപ്പ് അടിക്കാൻ വേണ്ടി വേണ്ടത്. ഈ ഒരു പീസാണ് നമ്മൾ എക്സ്ട്രാ വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. ഈ ഒരു രീതിയിൽ നമ്മൾ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ സ്ലീവിന് യൂസ് ചെയ്യാം, അതുപോലെ ഫ്രോക്കിനാണെങ്കിലും സ്കേർട്ടിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. 11 ഇഞ്ച് വിഡ്ത്ത് വരുന്ന ഒരു പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ, അതൊന്ന് 4 ആക്കി മടക്കി നിവർത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിലാണ് കേട്ടോ നമുക്ക് ടോപ്പിന് ആവശ്യമായിട്ടുള്ള മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. എനിക്ക് ടോപ്പ് അടിക്കാൻ വേണ്ട ലെങ്ത്ത് 39 ഇഞ്ചാണ് കേട്ടോ. ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 39 ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ മെയിൻ തുണി 39 ഇഞ്ച് ലെങ്ത്ത് എടുക്കുമ്പോൾ ലൈനിങ് നമ്മൾ അതിൽ നിന്ന് ഒരു 4 or 5 കുറച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് 36 ഇഞ്ചിലാണ് ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. മെയിൻ തുണിയാണ് 39 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ലൈനിങ് പീസ് നമ്മൾ ഒരു 4 or 5 കുറച്ചിട്ട് 36 നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1 ഇഞ്ച് അലവൻസ് മടക്കി തയ്ക്കാനുള്ളതും പാടെ കൂട്ടിയിട്ടാണ് കേട്ടോ 36 എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലോ, അത് മതിട്ടോ നമുക്ക് 1 ഇയർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള ബോഡി പാർട്ടിന്. അപ്പോൾ നമുക്ക് ഈ ഒരു 2 മീറ്റർ ലൈനിങ്ങിൻ്റെ ക്ലോത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു ടോപ്പ് അടിക്കാനുള്ള ലൈനിങ്ങിൻ്റെ പീസും അതുപോലെ ഒരു 1 ഇയർ ബേബിക്കുള്ള ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടിനുള്ള ലൈനിങ് നമുക്ക് കിട്ടിയത്. അത്യാവശ്യം വണ്ണമുള്ള ആൾക്കാർക്കാണ് നമ്മൾ ടോപ്പ് തയ്ക്കുന്നത് വെച്ചാൽ അത് ഇതിനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ വണ്ണം കുറഞ്ഞ ആൾക്കാണ് നമ്മൾ ടോപ്പ് തയ്ച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഫ്രോക്ക് അടിക്കാനുള്ള ലൈനിങ് പീസും കൂടെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളെപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് തുണി ലാഭിക്കാം കേട്ടോ. തുണിയും ലാഭിക്കാം, നമ്മുടെ ക്യാഷും ലാഭിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത്